ഹായ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ കൊഗ്നീഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, കൊഗ്നിറ്റീവ് പ്രോസസ്സ്. അതിൽ പലതരം പ്രോസസ്സുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അറ്റൻഷനുണ്ട്, സെൻസേഷനുണ്ട്, പെർസെപ്ഷനുണ്ട്. ദെൻ ലേണിങ്ങിലേക്ക് വന്നു. ആ ലേണിങ്ങിൻ്റെ കുറേയേറെ തിയറികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ തിയറിയിൽ ഏറ്റവും ആദ്യത്തെ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. പുതിയതായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ, അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ ചെയ്ത് കുറേ തെറ്റുകൾ സംഭവിച്ച് അവസാനം യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ വരാറുണ്ട്. ഇപ്പോൾ പഴയ കോമിക്കുകളിലൊക്കെയാണ്, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ കോമിക്സ് ബുക്കുകളിലെ അതിൽ വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വഴി കാണിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നീങ്ങി ആ പസിലിൽ എവിടെയെങ്കിലും നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് ഓപ്പൺഡ് ആയിട്ടുള്ള ഇതിലേക്ക് വന്ന് നമ്മളുടെ ഗോളിലേക്ക് എത്തും. ഏകദേശം അത് തന്നെയാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി പറയുന്നത്. ലേണിംഗ് ബിഗിൻസ് വിത്ത് ദ organism faces a new and difficult situation, a problem. Most learning organism counters errors and with repeated trials errors reduce. ഇതാണ് പോയിന്റ്. ഇവിടെ നമ്മൾ എപ്പോഴും ഓർഗാനിസം മിക്ക സമയങ്ങളിലും എറേഴ്സിനെ എറേഴ്സിലേക്ക് എത്താറുണ്ട്. പിന്നെ വീണ്ടും അത് ട്രൈ ചെയ്യുമ്പോൾ ആ എറേഴ്സ് റെഡ്യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് ലേണിംഗ് ഉണ്ടാകുന്നു. അതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന ഒരു സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ. ശരിക്കും ഇതിൻ്റെ ഒരു പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്ന എഡ്വേർഡ് ലീ തോണ്ടിക്കാണ്. അദ്ദേഹം പറയുന്നു, അല്ലെ അവരുടെ ഒരു വ്യൂവിൽ, ട്രയൽ ആൻഡ് എറർ തിയറിയുടെ വ്യൂവിൽ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ബോണ്ട്സ് ഓർ കണക്ഷൻസ് ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്. നമ്മൾ പറഞ്ഞു എല്ലാ റെസ്പോൺസസിൻ്റെയും പുറകിലൊരു സ്റ്റിമുലസ് ഉണ്ടാകും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബോണ്ട്, അല്ല ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രയൽ ആൻഡ് എറർ തിയറിയുടെ പ്രൊപ്പഗേറ്റേഴ്സ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ആസ് പെർ ദ ട്രയൽ ആൻഡ് എറർ തിയറി, ലേണിംഗ് ഈസ് ദ സ്റ്റാമ്പിംഗ് ഔട്ട് ഓഫ് ഇൻകറക്റ്റ് റെസ്പോൺസസ് ആൻഡ് സ്റ്റാമ്പിംഗ് ഇൻ ഓഫ് ദ കറക്റ്റ് റെസ്പോൺസസ് ത്രൂ എ പ്രോസസ് കോൾഡ് ട്രയൽ ആൻഡ് എറർ. മനസ്സിലായോ? ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റെസ്പോൺസസിനെ സ്റ്റാമ്പിൻ ചെയ്യുകയും ഇൻകറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസിനെ സ്റ്റാമ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസിനെ സ്റ്റാമ്പിൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ അവിടെ ഇൻകറക്റ്റ് റെസ്പോൺസസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് തന്നെ ആവണം. അത് ചെയ്യുന്നത് റിപ്പീറ്റഡ് ട്രയൽസിലൂടെയാണ്. അതിന് പറയുന്ന പേരാണ് ട്രയൽ ആൻഡ് എറർ എന്ന്. അപ്പോൾ ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് പറയുന്നതിന് വേണ്ടിയിട്ട് എഡ്വേർഡ് ലീ തോണ്ടിക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഒരു ക്ലാസിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. ആ ക്ലാസിക്കൽ എക്സ്പെരിമെൻ്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. തോണ്ടിക് പ്ലേസ്ഡ് എ ഹംഗ്രി ഡോഗ് ഇൻസൈഡ് എ പസിൽ ബോക്സ് and a plate of fish was kept outside the box. It was impossible for the cat to get the plate unless it could open the door and get out. Thorndick had arranged the puzzle box such that the cat either had to pull a loop or press a lever in order to open the door. Initially, the cat moved randomly inside the box, biting and crawling at the bars, thrusting its paws and trying to squeeze out of the box. After several minutes of trying these ineffective responses, the cat accidentally pulled the loop. അപ്പോൾ അവിടെയാണ് പോയിന്റ്. അപ്പോൾ ട്രൈ ചെയ്തു, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിൽ കിടന്നിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ആ ക്യാറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സിഡൻ്റലി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻഎഫക്റ്റീവ് റെസ്പോൺസസിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി ഇറ്റ് പുൾഡ് ദ ലൂപ്പ്. അപ്പോൾ അത് നേരെ എന്താ പറയുന്നത്, ഡോറ് തുറന്നു. ഹാവിങ് ഹിറ്റ് ദ കറക്റ്റ് റെസ്പോൺസ്. അപ്പോൾ കറക്റ്റ് റെസ്പോൺസ് കിട്ടിയപ്പോൾ ദ ക്യാറ്റ് മാനേജ് ടു ഗെറ്റ് ഔട്ട് വിത്ത് എ സ്മോൾ പീസ് ഓഫ് ഫിഷ്. ഓക്കെ, ഇതായിരുന്നു ശരിക്കും പ്രോസസ്സ്. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ റെസ്പോൺസസ്, അതായത് കറക്റ്റ് റെസ്പോൺസസ് കൂടി ഇൻകറക്റ്റ് റെസ്പോൺസസിനെ സ്റ്റാമ്പ് ഔട്ട് ചെയ്തു വെളിയിലേക്ക് പോന്നു എന്ന് പറയുന്നത്. ക്യാറ്റ് വാസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോക്സ് അഗെയിൻ. അപ്പോൾ റിപ്പീറ്റഡ് ആണ് ആ ട്രയൽ. ദിസ് ടൈം അറൗണ്ട് the cat took less time to pull the loop. The exercise was continued repeatedly. It was seen that as the number of trials increased, the time taken to pull the loop decreased. Okay, as the response latency decreased, the cat finally learned the trick
It then pulled the loop as soon as it was put in the box and managed to get out. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ ക്യാറ്റ് പഠിച്ചു എങ്ങനെയാണ് എന്ത് ചെയ്യണം വെളിയിലേക്ക് വരാൻ എന്നുള്ളത്. അതാണ് ശരിക്കും ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെ ട്രയൽ ആൻഡ് എറർ എന്നതുകൊണ്ട് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The number of trials resulted in decreased number of errors. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ തോണ്ടിക്കിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ്, അതിൽ ക്യാറ്റ്, ദെൻ ആ ലിവർ അവിടെയുണ്ട്. ആ ലിവറിൽ എപ്പോഴാണ് ടച്ച് ചെയ്യുന്നത് ആ ട്രാപ്പ് ഡോർ അപ്പോൾ തുറക്കുകയും ക്യാറ്റിന് ഫിഷിൻ്റെ അടുത്തേക്ക് അല്ലെ ഫുഡ് അല്ലെ ഗോളിലേക്ക് എത്താനും സാധിക്കും. ഇതാണ് ശരിക്കും തോണ്ടിക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്, മനസ്സിലിരിക്കട്ടെ. ഓക്കെ, ഇതാണ് ലിവർ. ഈ ലിവറിൽ പുള്ള് ചെയ്യുമ്പോഴാണ് ശരിക്കും ക്യാറ്റിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് ബേസിക് കണ്ടീഷൻസ് ഫോർ ദ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. അപ്പോൾ ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നടക്കണമെങ്കിൽ കുറേയേറെ ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കുറേ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ഡ്രൈവാണ്. നമ്മൾ മോട്ടിവേഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഡ്രൈവിനെ പറ്റി. ഡ്രൈവ് ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ ദാറ്റ് ട്രിഗേഴ്സ് എ വേരിയസ് കണ്ടീഷൻ ഫോർ ദ ഫിനോമിനൻ. ഇവിടെ ഹങ്കർ ആയിരുന്നു ക്യാറ്റിൻ്റെ ഡ്രൈവ്. ക്ലിയർ ആയോ? ഡ്രൈവ് മോട്ടിവേറ്റ്സ് ടു ലേൺ ആൻഡ് മേക്ക് ഓർഗാനിസം ആക്റ്റീവ് ടു ലേൺ. അപ്പോൾ ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഡ്രൈവിൽ നിന്നാണ്. ഡ്രൈവാണ് ഈ ഓർഗാനിസത്തിനെ ആക്റ്റീവ് ആക്കുന്നത്, ലേണിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡായിട്ട് വരുന്നത് ഗോളാണ്. ആ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻറ്റേർണലി. ആ സംഭവമാണ് ഗോൾ എന്ന് ഉദ്ദേശിച്ചത്. സംതിങ് വിച്ച് വി ഹാവ് ബീൻ സെറ്റിംഗ് ടു അവർ മൈൻഡ് ടു സാറ്റിസ്ഫൈ ദ ഡ്രൈവ്. ഓക്കെ, then blockade or barrier in reaching the goal. Trial and error occurs only when there is barrier or blockade in between hunger and food. Satisfaction of hunger was only possible through consumption of food, but there was a barrier in achieving the food. എന്താണ് ബാരിയർ? യഥാർത്ഥത്തിൽ ആ ഡോറാണ്, അല്ല ആ കേജിൻ്റെ കൺട്രോളാണ് ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ബാരിയർ വാസ് എ പ്രോബ്ലം വിച്ച് നീഡഡ് ടു ബി സോൾവ് ഇൻ ഓർഡർ ടു റിസീവ് ഫുഡ്. ദ അറ്റംപ്റ്റ്സ് ടു സോൾവ് ദ പ്രോബ്ലം ലെറ്റ് ദ ട്രയൽ ആൻഡ് എറർ ആക്ടിവിറ്റീസ്. അപ്പോൾ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ബാരിയർ എന്ന് പറയുന്നതാണ് അടുത്ത ഒരു കണ്ടീഷൻ. അവിടെ ശരിക്കും ബ്ലോക്കേഡ് പറയുന്നത് ഈ ക്യാറ്റിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കേജോ അല്ലെങ്കിൽ വെളിയിലിറക്കാത്ത വിധമുള്ള ഒരു ട്രാപ്പ് ഡോർ ആയിരിക്കാം. ഓക്കെ, ദെൻ റാൻഡം അറ്റംപ്റ്റ്സ്. നമുക്കറിയാം ഈ ക്യാറ്റ് ഡയറക്റ്റ്ലി ലിവറിൽ പോയി പ്രസ് ചെയ്യുകയായിരുന്നില്ല, അത് ആക്സിഡൻ്റലി ആണ്, വെറുതെ റാൻഡമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് സൊല്യൂഷൻ ഈസ് നോട്ട് പ്രസൻറ്റ് ബിഫോർ ഹാൻഡ്. organism tends to act in random manner in its attempts to solve the problem. Okay, it's purely because of the lack of knowledge. നമുക്ക് ഇതിനെപ്പറ്റി പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് നമ്മൾ റാൻഡമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, then accidental success. The first time an organism gets something right after repeated trials is always accidental, hence the term accidental success. For instance, the first time the cat managed to pull the lever was accidental success. Clear ആണ് അതിൽ തന്നെ. ആക്സിഡൻ്റൽ സക്സസ് ആണ് ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സൊല്യൂഷൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരെ പോയി ഈ ക്യാറ്റ് ലിവറിലേക്ക് പിടിച്ചതിന്. പക്ഷേ ക്യാറ്റിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഒരു മുൻധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, റാൻഡം അറ്റംപ്റ്റ്സ് ചെയ്തു, ദെൻ ആക്സിഡൻ്റൽ സക്സസ് ഉണ്ടായി. ദെൻ അടുത്ത കണ്ടീഷൻ സെലക്ഷൻ ഓഫ് റൈറ്റ് റെസ്പോൺസ് ആണ്. റിപ്പീറ്റഡ് ട്രയൽസ് വന്ന സമയത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസിനെ സ്റ്റാമ്പ് ഔട്ട് ചെയ്തു. ഓക്കെ, ആക്സിഡൻ്റൽ സക്സസ് ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം. The organism keeps trying out its previously tried out random attempts until it stumbles upon the right response. അപ്പോൾ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ക്യാറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാറ്റ് വീണ്ടും കേജിലേക്ക് ഇട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഓടിപ്പോയി എന്താ പറയുന്നത് ഈ ലിവറിലേക്ക് വലിക്കുകയല്ല ചെയ്തത്, മറിച്ച് വീണ്ടും റാൻഡം അറ്റംപ്റ്റ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്സിഡൻ്റൽ സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്ന റാൻഡം അറ്റംപ്റ്റ്സ് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വിത്ത് റിപ്പീറ്റഡ് ട്രയൽ ദ സൊല്യൂഷൻ ക്യാൻ ബി ഐസൊലേറ്റഡ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രയൽ കൊണ്ട് കൃത്യ സൊല്യൂഷൻ ഐസൊലേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഫിക്സേഷൻ ഓഫ് റൈറ്റ് റെസ്പോൺസ്. It is the final stage of learning. The organism having identified the right response stays
fixed on it, which lets the organism to act immediately when presented with the same situation. For instance, the cat managed to pull the loop immediately once it had say mastered the trick or reach the final stage of trial and error learning. അപ്പോൾ ഫൈനലായിട്ട് പറയുന്ന സംഭവമാണ് ഫിക്സേഷൻ ഓഫ് റൈറ്റ് റെസ്പോൺസ്. നമ്മൾ പറഞ്ഞ ആക്സിഡൻ്റലായിട്ട് സക്സസ് ഉണ്ടായി, ദെൻ സെലക്ഷൻ ഓഫ് റൈറ്റ് റെസ്പോൺസ്. ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫിക്സേഷൻ ഉണ്ടായി. എവിടെ? ശരിക്കും റൈറ്റ് റെസ്പോൺസിൽ ഒരു ഫിക്സേഷൻ ഉണ്ടായി. അതിന് മനസ്സിലായി ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെനവർ നമ്മൾ ആ ക്യാറ്റിനെ കേജിലേക്ക് നിക്ഷേപിച്ചപ്പോഴെല്ലാം, അല്ലെ തോണ്ടിക്ക് നിക്ഷേപിച്ചപ്പോഴെല്ലാം ക്യാറ്റ് കറക്റ്റ് റെസ്പോൺസസ് കാണിക്കാൻ തുടങ്ങി, കൃത്യമായിട്ട് ലിവറിൽ പ്രസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ശരിക്കും ഫിക്സേഷൻ ഓഫ് റൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് കണ്ടീഷൻ. ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിന് വേണ്ട ബേസിക് കണ്ടീഷനാണ്. ഇവിടെ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൻ്റെ മേജർ തിയറിറ്റിക്കൽ പ്രിൻസിപ്പിളാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. മേജർ തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ലേണിംഗ് ഇൻവോൾവ്സ് ട്രയൽ ആൻഡ് എറർ, സെലക്ഷൻ ആൻഡ് കണക്ഷൻ. ഇപ്പോൾ തോണ്ടിക്ക് ഉൾപ്പെടെയുള്ള ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറീസ്, അതിൻ്റെ ഫോളോവേഴ്സ്, പ്രൊപ്പഗേറ്റേഴ്സ് എല്ലാം ആർഗ്യൂ ചെയ്യുന്നു ലേണിംഗ് എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ ആണ്, അല്ലെങ്കിൽ സെലക്ഷൻ ആൻഡ് കണക്ഷൻ. നമ്മൾ റെസ്പോൺസസിനെ സെലക്ട് ചെയ്യും, അതിനെ സ്റ്റിമുലസും റെസ്പോൺസും ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുക. സ്റ്റിമുലസിനെ റെസ്പോൺസിനെ കണക്ട് ചെയ്യുകയാണ്, അല്ലെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ലേണിംഗ് എന്നാണ് ഇവർ പറയുന്നത്. ലേണിംഗ് റിസൾട്ട് ഫ്രം ഫോർമേഷൻ ഓഫ് കണക്ഷൻസ്. ഓക്കെ, നമ്മൾ സൂചിപ്പിച്ച് തന്നെ ഇങ്ങനെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത്, അല്ലെ ഫോർമേഷൻ നടക്കുമ്പോഴാണ് ലേണിംഗ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ്, നോട്ട് ഇൻസൈറ്റ്ഫുൾ. നമുക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഇൻസൈറ്റ്ഫുൾ തിങ്കിങ്ങിൻ്റെ ഒന്നും റിസൾട്ട് അല്ല ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലാതെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ്. നമ്മൾ ചെയ്താണ് ശരിക്കും പെർഫോമൻസ് അല്ലെ ഗോളിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറക്റ്റ്, നോട്ട് മീഡിയേറ്റഡ് ബൈ ഐഡിയാസ്. നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ എന്താ പറയുക, അല്ലെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല, മറിച്ച് ഇത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ച് പോവുകയാണ്. ട്രൈ ചെയ്ത് ലേൺ ചെയ്യുകയാണെന്നാണ് ട്രയൽ ആൻഡ് എറർ തിയറിക്കാർ പറയുന്നത്. ഓക്കെ, ഇതാണ് മേജർ തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. പിന്നെ നമുക്കറിയാം ലോസ് ഓഫ് ലേണിംഗ് നമ്മളൊന്ന് പറഞ്ഞു പോയതാണ് ലേണിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ അകത്ത് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ് ഉണ്ട്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൂടുതലായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ് ഇത് പ്രീവിയസ് സെഷനിൽ. ലോ ഓഫ് എക്സൈസ് ഓർ യൂസ്, ലോ ഓഫ് ഫ്രീക്വൻസി, ദെൻ ലോ ഓഫ് ലേണിംഗിൽ ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് റിസൻസി, ലോ ഓഫ് പ്രൈമസി, ലോ ഓഫ് പേർപ്പസ്, ലോ ഓഫ് അസോസിയേഷൻ. ഇത്രയും ലോസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 3 സംഭവം, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സൈസ് ഓർ യൂസ്, അല്ലെ ഈ 3 സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ ഡയറക്റ്റ് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയാറുണ്ട് ചില ബുക്കുകളിൽ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക, നമ്മളിത് മെൻഷൻ ചെയ്ത് പോയതാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ. ശരിക്കും എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്താണ്? ട്രയൽ ആൻഡ് എറർ തിയറിയുടെ നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. According to Thorndike, when a child is ready to learn, he or she learns more quickly and effectively. Do not force them to learn when they are not ready. The role of a teacher is to prepare them to get ready for learning. ഇതാണ് ലോ ഓഫ് റെഡിനെസ് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ സമയത്തും ലേണിംഗ് പോസിബിൾ ആയിരിക്കില്ല. ചൈൽഡിൻ്റെ കാര്യം മാത്രമല്ല, ആരാണെങ്കിലും നമ്മൾ റെഡി ആയിരിക്കണം. നമുക്കൊരു ഡ്രൈവ് ഉണ്ടാവണം. ആ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ലേണിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോസ് ചെയ്യേണ്ട ഒരു സംഭവമല്ല, മറിച്ച് എപ്പോഴാണോ ഒരു വ്യക്തി ലേണിങ്ങിൽ അല്ലെ പ്രോസസ്സിൽ ഏർപ്പെടാൻ റെഡിയാകുന്ന അന്ന് മാത്രമേ ലേണിംഗ് സംഭവിക്കുകയുള്ളൂ. ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ റോളാണ്. ടീച്ചർ ഹാസ് ടു പ്രിപ്പയർ ദ ചൈൽഡ് ടു ഗെറ്റ് റെഡി ഫോർ ലേണിംഗ്. ഓക്കെ, രണ്ടാമത്തത്, ദ ടീച്ചർ ഈസ് സപ്പോസ് ടു സ്ട്രെങ്തൻ ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ് ത്രൂ റിപ്പറ്റീഷൻ ആൻഡ് പ്രാക്ടീസ്. അതർവൈസ് ദ കണക്ഷൻ ഗെറ്റ് വീക്കൻ ത്രൂ ഡിസ്യൂസ് ആൻഡ് ലേണിംഗ് വുഡ് നോട്ട് ഒക്യൂർ. ഇവിടെ നമ്മൾ ലോ ഓഫ് യൂസ് അല്ല ഡിസ്യൂസ് ആണ് പറയുന്നത്, ലോ ഓഫ് പ്രാക്ടീസ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ടീച്ചറിൻ്റെ ഒരു ഡ്യൂട്ടി, ഇവിടെ പറയുന്നു ഈ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അല്ലെ കണക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് റിലേറ്റ് ചെയ്യുമ്പോഴാണ് ലേണിംഗ് ഒക്യൂർ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കണക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുക ത്രൂ റിപ്പീറ്റഡ് ട്രയൽസ് ആണ്. ഓക്കെ, ദെൻ ചൈൽഡ് മസ്റ്റ് ബി suitably rewarded to get sense of
get a sense of satisfaction, then the learning became effective. അപ്പോൾ ലോ ഓഫ് ഇഫക്റ്റ് ആണ് പറയുന്നത്. നമുക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിലേ ഉള്ളൂ റെപ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ, അങ്ങനെ ലേണിംഗ് പ്രൊഡക്റ്റീവ് ആവുള്ളൂ. Okay, then the learning should be ample enough to recognize the similarities and dissimilarities between different types of responses to stimuli. Hence the children can apply the learning to different situations. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് പറയുന്നത്. നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അടുത്ത സെഷനുകളിൽ പഠിക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ മറ്റു സ്ഥലത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിന് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും, സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെ സിമിലാരിറ്റി എന്താണ്, ഡിസിമിലാരിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കണം, അല്ലെ ലേണർ പഠിക്കണം, അല്ലെ ലേണറെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ച സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ, ആ ലേണിംഗ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. സിമിലർ സിറ്റുവേഷനോ ഡിസിമിലർ സിറ്റുവേഷനുകളോ വരുമ്പോൾ നമുക്ക് ട്രയൽ ആൻഡ് എററിലൂടെ അല്ലാതെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ലേൺഡ് ആണ് അല്ലേ ഓൾറെഡി, വീണ്ടും നമ്മൾ അവിടെ പോയി ട്രൈ ചെയ്യേണ്ട കാര്യമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. The learner should be encouraged to do his task independently. He or she should try various solutions to a problem before reaching in final conclusion. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു സ്പൂൺ ഫീഡിങ്, ഞാനിപ്പോൾ ചെയ്തു തരുന്ന പരിപാടിയില്ലേ, ആ സ്പൂൺ ഫീഡിങ് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ലേണർ ഷുഡ് ബി എൻകറേജ് ടു ഡു ഹിസ് ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി. ആ ലേണർക്ക് സ്വയം അയാളുടെ ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാൻ പറ്റണം. ഹി ഓർ ഷീ ഷുഡ് ബി ട്രൈ വേരിയസ് സൊല്യൂഷൻ. അപ്പോൾ ആ വ്യക്തിക്ക് സ്വയം വേരിയസ് സൊല്യൂഷൻ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ തന്നെ ആ കുട്ടി അല്ലെങ്കിൽ ഒരു ലേണറെ ഇതിലേക്ക് നയിക്കേണ്ട എന്നാണ് ട്രയൽ ആൻഡ് എറർ തിയറി പറയുന്നത്. ഓക്കെ, ഇതാണ് മേജറായിട്ടും ട്രയൽ ആൻഡ് എറർ തിയറിയെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള തിയറികളെ പറ്റി ഡിസ്കസ് ചെയ്ത് പോകാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് പോലെയുള്ള തിയറികളുണ്ട്. ഓക്കെ, അതുവരെ ബൈ.